വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് സാലറി പാക്കേജ് ആണ്. രണ്ടാമത്തെ വീഡിയോ ആണ്. സാലറിയുമായി ബന്ധപ്പെട്ട കുറച്ച് കമൻറ്റുകൾ വന്നിരുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ വേണം, അതുപോലെ പ്രിസൺ ഓഫീസറിൻ്റെ വേണം, ഫയർഫോഴ്സിൻ്റെ വേണം എന്ന് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കമൻറ്റ് വന്ന 2-3 ഭാഗങ്ങളുണ്ട്. അത് അടുത്ത സെക്ഷനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഓഫീസർ, ഇങ്ങനെ 3 തസ്തികയുടെ സാലറിയും അതുപോലെ തന്നെ അലവൻസും അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണവും എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം. മുമ്പ് നമ്മൾ വീഡിയോ എടുത്തത് LDC, LGS, അതുപോലെ തന്നെ CPO ആണ്, പോലീസ് കോൺസ്റ്റബിൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഈ മേളിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ബേസിക് പേ എത്രയെന്ന് വെച്ചാൽ 27,900 DA 35%, 9,765. HRA 10%, സിറ്റിയിൽ 10% വെച്ച് 2,790. അതായത് ബേസിക്കിന്റെ 10% എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 6%, 1,674 ആയിരിക്കും. റൂറൽ ആണെങ്കിൽ 4%, 1,116. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത് സിറ്റിയുടെ റേറ്റ് ആണ്, 2,760 വെച്ചാണ് കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് ഡേ ഓഫ് ആണ്. 180 രൂപ വെച്ചാണ് ഡേ ഓഫ് വരുന്നത്. 5 ദിവസത്തേക്ക് 900 രൂപയാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും എടുക്കണമെന്നില്ല. ചിലപ്പോൾ 3 കിട്ടാം, ചിലപ്പോൾ 2 കിട്ടാം. ഓക്കെ, അപ്പോൾ ഡേ ഓഫ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് കണക്കാക്കത്തില്ല, ഈ 5 ദിവസവും കണക്കാക്കത്തില്ല. അപ്പോൾ 900 എല്ലാം ഒഴിവാകും. എന്നാലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 900 ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അടുത്ത് റിസ്ക് അലവൻസ് 220, സ്പെഷ്യൽ അലവൻസ് 110, ഹിൽ ട്രാക്ക് അലവൻസ് 450. ഓക്കെ, അങ്ങനെ ആകെ ടോട്ടൽ 42,135 രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡിഡക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിഡക്ഷൻസ് മെയിനായിട്ട് വരുന്ന PF ആണ്. PF 2,000 രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എത്ര റേറ്റ് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ GS എന്ന് പറയുന്നത് 400 മിനിമം ആണ്, മാക്സിമം 800 ആണ്. നമ്മൾ 800 ആണ് കണക്കാക്കി എടുത്തിരിക്കുന്നത്. SLE എന്ന് പറയുന്നത് മിനിമം 600 ആണ്, മാക്സിമം അല്ല 1,500. ജസ്റ്റ് 1,500 വെച്ച് വേണം സാധാരണ അതിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ എന്ത് ചെയ്യുക, കൊടുക്കേണ്ടത്. അടുത്ത NPS എന്ന് പറയുന്നത് ബേസിക് പ്ലസ് DAയുടെ 10% NPS എന്ന് പറയുന്നത്. നാഷണൽ പെൻഷൻ സ്കീം, അത് 3,767 ആണ്. അടുത്ത മെഡിസപ്പ് ഉണ്ട്, 687 മാസം വെച്ച് വരുന്നത്. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ 8,354 ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എത്ര രൂപ കയ്യിൽ കിട്ടും, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് എത്ര രൂപ കയ്യിൽ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് എത്ര കിട്ടും? ടോട്ടൽ മൈനസ് ഡിഡക്ഷൻ ആണ്. ടോട്ടൽ 42,135, അതിൽ ഡിഡക്ഷൻസ് 8,354, മൊത്തം 33,781 രൂപ എന്ത് കിട്ടും, കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. എന്താണ്, PFന്റെ റേറ്റ് കൂടുകയാണെങ്കിൽ അതിന് വേരിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ SLEയുടെ റേറ്റ് കൂടുകയാണെങ്കിൽ അതിന് വീണ്ടും വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അത് അനുസരിച്ച് 30-ന് താഴെയും വരാൻ സാധ്യതയുണ്ട്. ഇനി വരുന്ന 2 പ്രധാനപ്പെട്ട ഒന്ന് പ്രൊഫഷണൽ ടാക്സ്. 2,500 രൂപയാണ് പ്രൊഫഷണൽ ടാക്സ് ഒരു വർഷം പിടിക്കുന്നത്. അത് 2 ഭാഗമായിട്ട് 1,250 വെച്ച് 2 തവണയായിട്ടാണ് പ്രൊഫഷണൽ ടാക്സ് പിടിക്കുന്നത്. ഓക്കെ, അതുപോലെ GPAIS 1000 രൂപ വെച്ച് പിടിക്കും. അടുത്ത് ഒരു വർഷത്തേക്കാണ് 1000 രൂപ. ഓക്കെ, അടുത്ത യൂണിഫോം അലവൻസ്, അത് പ്രത്യേകമായിട്ട് കിട്ടുന്നതാണ്. 5,500 രൂപ യൂണിഫോം അലവൻസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ട്രാവൽ അലവൻസ് നമ്മൾ കൊടുക്കുന്നതനുസരിച്ചാണ് യാത്ര ചെയ്യുന്നത്. 8 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താ ട്രാവൽ അലവൻസ് എഴുതി എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കേണ്ടത് പ്രിസൺ ഓഫീസറിന്റെ ബേസിക് പേയും അതുപോലെ തന്നെ ബാക്കി വിവരങ്ങളാണ്. ഇപ്പൊ പ്രിസൺ ഓഫീസറിന് ബേസിക് പേ സെയിം ആണ്. ഏതിന്റെ സെയിം ആണ്? നമ്മളിപ്പോൾ നോക്കിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സെയിം ആണ്. ഓക്കെ, ഡി എത്രയാണ്? 35%, 9,765. HRA നമ്മൾ സിറ്റി കണക്കാക്കിയാണ് 2,790. അതിന്റെ ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിറ്റി ഉണ്ട്, അതായത് സിറ്റി എന്ന് ഉദ്ദേശിച്ചത് കോർപ്പറേഷൻ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ റൂറൽ. ഓക്കെ, അങ്ങനെയാണ് എന്ത് കണക്കാക്കുന്നത്, HRA കണക്കാക്കുന്നത് 3 രീതിയിലാണ്. ഇപ്പോൾ 10%, 6%, 4% എന്ന് കണക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് മാറ്റം ഉണ്ടാവും. അടുത്ത പ്രിസൺ സ്പെഷ്യൽ അലവൻസ് 350 രൂപയാണ്. അടുത്ത സ്പെഷ്യൽ അലവൻസ് 220, റിസ്ക് അലവൻസ്
10 രൂപ. അങ്ങനെ ആകെ എത്രയും 41,135 രൂപയാണ് ആകെ സാലറി വരുന്നത്. ഇനി നമുക്ക് ഡിഡക്ഷൻസ് നോക്കാം. ഡിഡക്ഷൻസ് സെയിം ആണ്. ഇത് വരുന്ന PFന്റെ 2000 ഉദ്ദേശിച്ചത്. അഥവാ GAS 400 അല്ലെങ്കിൽ 800 മാക്സിമം 800 ആണ്. അടുത്ത SLA എന്ന് പറയുന്നത് 600 അല്ലെങ്കിൽ 1500 നമ്മൾ മിനിമം എങ്കിൽ 1500 ഇടണം കേട്ടോ. ഈ ഏറ്റവും കുറഞ്ഞത് 600 ഇടാം. എന്നാൽ 1500 ആണെങ്കിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് SLA വേറെ ഒരെണ്ണം കൂടെ എടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ സാലറി ഇൻക്രിമെന്റ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, പുതിയൊരു SLA കൂടെ എടുക്കേണ്ടി വരും. ഓക്കെ. അടുത്ത NPS 3767, മെഡിസപ്പ് 687, മൊത്തം ഡിഡക്ഷൻസ് 8754 അവിടത്തേക്ക്. ഓക്കെ. ഇനി നമുക്ക് എത്രയാണ് പ്രിസൺ ഓഫീസറിന് കയ്യിൽ കിട്ടുന്നത് എന്ന് നോക്കാം. ബൈ ഹാറ്റ് ടോട്ടൽ ബേസ് ഡിഡക്ഷൻസ് ആണ് 41,125 8,754 കുറയ്ക്കുക 32,381 കയ്യിൽ കിട്ടുന്നത്. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ ടാക്സ് ഉണ്ട് 2,500 വർഷം. അതുപോലെ GPAS ഒരു വർഷം 1000 രൂപ വെച്ച് പിടിക്കും. യൂണിഫോം അലവൻസ് 5,500 ലഭിക്കുന്നു ഓർത്ത് വയ്ക്കുക. ഓക്കെ. അടുത്ത ലാസ്റ്റ് നോക്കുന്നത് ഫയർഫോഴ്സ് ഓഫീസറിന്റെ ആണ്. ഫയർഫോഴ്സ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ പ്രിസൺ ഓഫീസറിന്റെയും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയും ബേസിക് സെയിം ആണെന്ന് ഓർത്ത് വയ്ക്കുക. 27,900 ആണ്. DA 35% വരുമ്പോൾ 30,765 ആണ്. HRA സിറ്റിയാണ് കണക്കാക്കിയിരിക്കുന്നത് 2,790. റിസ്ക് അലവൻസ് 200 രൂപയാണ്. അത് അടുത്ത് വരുന്നത് ഫയർ സർവീസ് സ്പെഷ്യൽ അലവൻസ് അതായത് FSSA 800 രൂപയാണ്. അങ്ങനെ ആകെ ടോട്ടല് 41,455 രൂപയാണ് വരുന്നത്. ഇതിലും ഡേ ഓഫ് ഉണ്ടെങ്കിൽ ഡേ ഓഫ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് അല്ലാതെ തന്നെ ലീവ് കിട്ടുന്നതുകൊണ്ട് മിക്കവാറുള്ളവർ എന്ത് ചെയ്യില്ല ഡേ ഓഫ് കൊടുക്കത്തില്ല. ഓക്കെ. ഓർത്തിക്കുക. അടുത്ത PF 2,000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ GS 400 അല്ലെങ്കിൽ 800 800 നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. SLA 600 മിനിമം 600 1500 നമ്മൾ കണക്കാക്കിയിരിക്കുന്നു. NPS 3,767 ആണ്. മെഡിസപ്പ് 687. അങ്ങനെ ആകെ മൊത്തം ഡിഡക്ഷൻസ് 8,354 ആണ്. അപ്പൊ എത്ര രൂപയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് കയ്യിൽ കിട്ടുന്നത് എന്ന് നോക്കാം. ഹാൻഡില് ടോട്ടൽ മൈനസ് ഡിഡക്ഷൻസ് 41,455 നിന്ന് 8,354 കുറയ്ക്കുമ്പോൾ 33,101 രൂപ ഫയർഫോഴ്സ് ഓഫീസറിന് കയ്യിൽ കിട്ടും. പ്രൊഫഷണൽ ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2,500 GPAS 1000 രൂപയാണ് കുറവ് വരുന്നത്. അത് വാർഷികമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രൊഫഷണൽ ടാക്സ് 2 തവണയായിട്ട് പിടിക്കും. യൂണിഫോം അലവൻസ് 5,500 രൂപയാണെന്ന് ഓർത്ത് വയ്ക്കും. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. പുതിയ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമന്റ് ചെയ്യാം. നമ്മൾ കമന്റ് വന്നിട്ടുള്ളതിൽ നേഴ്സിന്റെ സാലറി ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ സാലറി ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട ശമ്പള പരിഷ്കരണവും അതിന്റെ വിവരങ്ങളും ഓരോ ജോബിന്റെ ശമ്പളവും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.